ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. രാവിലെ കഴിക്കാനായിട്ട് ഇന്ന് ദോശ എന്നിട്ട് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസ് കറി ചെയ്യുന്നു. ഗ്രീൻ പീസ് നമ്മൾ ഫ്രിഡ്ജിലാണ് ഇട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി ടൈം എടുത്തിട്ടാണ് വേവണിട്ട് അങ്ങനെ വില കല്ല് പോലെ ഇരുന്നത്. അങ്ങനെ വെന്ത് അതിൻ്റെ തോലൊക്കെ മാറി ഒരു പരിവായിട്ടാണ് കേട്ടോ. അതിൻ്റെ മുന്നൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോഴും അതിങ്ങനെ വേവാതെ പോലെ നല്ല കല്ലായിട്ടാണ് ഇരുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണോ എന്താണെന്നൊന്നും അറിയൂല കേട്ടോ. അങ്ങനെ ഇനി ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം കോരാനായിട്ട് പോയി. ഏതൊക്കെ കുടത്തിലാണ് വെള്ളം ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ കുടമൊക്കെ എടുത്തിട്ട് ഞാനിതാ വെള്ളം കോരാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം കോരണ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഇപ്പോൾ വലിയ തൊട്ടിയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത് വെള്ളം കോരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് അതൊന്ന് വലിച്ച് കയറ്റി ഇങ്ങോട്ട് എടുക്കാനായിട്ട്. ആദ്യം ചെറുതായതുകൊണ്ട് കുറേ പ്രാവശ്യം കോരണം, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം തന്നെ കോരാനായിട്ട് നമുക്ക് പറ്റൂല കേട്ടോ, നല്ല വെയിറ്റാണ്. അങ്ങനെ ഇതാ ഇന്ന് 2 കുടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ 2 കുടത്തിലും വെള്ളമൊക്കെ നിറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ നമ്മളെ പൂച്ചക്കുട്ടൻ പുതിയൊരാളാണ് കേട്ടോ, ഇവിടെ കാണാത്ത ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്നെ കണ്ടപ്പോൾ നീറ്റ് പോയ ആൾ ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തോ കണ്ട് പേടിച്ച പോലെ. ഞാൻ വിചാരിച്ചു വല്ല പാമ്പേറ്റ അവിടെ ഇരിക്കുന്നുണ്ടോ, നോക്കിയപ്പോൾ വേറെ ആരില്ല, വേറൊരു പൂച്ച ഉണ്ടായിരുന്നു അപ്പുറത്ത്. അങ്ങനെ ഇപ്പോൾ 2 പുതിയ പൂച്ചകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ട് പേടിച്ചിട്ടാണ് മൂപ്പര് കണ്ടം വഴി അങ്ങോട്ട് ഓടിയത്. ഇത് കണ്ടാ കുമ്പളങ്ങ ഇതിനെ മുകളിലും കുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഇലക്കടുന്നലാണ് ഈ കുത്തണത്. അത് ഇരുന്ന് ഇങ്ങനെ കുത്തി ഉണ്ടാക്കണത് ഞാനൊരു ദിവസം കണ്ടും ചെയ്ത്. കവർ കെട്ടി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും. ഞാൻ കെട്ടാനായിട്ട് വരുമ്പോൾ നൈമം കുത്തും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മടിയാണ് കേട്ടോ. പിന്നെ കൈപ്പക്കൻ്റെ വള്ളി ഇതാ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കൈപ്പക്കനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും കഴിഞ്ഞില്ലേന്ന് കൈപ്പക്ക കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഉണ്ടാവണമെന്നൊന്നും കാണാനില്ല കേട്ടോ. വള്ളി മാത്രം അങ്ങനെ നീളത്തിൽ പോവുക, കട്ട് ചെയ്ത് വിടണം കേട്ടോ. അല്ലാതെ വരുന്ന വള്ളികളൊക്കെ അല്ലെങ്കിൽ ആ വള്ളി ഉണ്ടാവാനായിട്ട് അതിൻ്റെ ഇതൊക്കെ പോവും, കായ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്യാനൊന്നും നമുക്ക് തോന്നുകയാണ് കേട്ടോ. അതങ്ങനെ വള്ളി കെട്ടിയ പൈമ കൂടെ നീണ്ടി നിവർന്ന് പോകുന്നുണ്ട്, പക്ഷേ കായൊന്നും പിടിക്കണില്ല. അങ്ങനെ ഞാൻ പിന്നെ ചെടിയൊക്കെ നനക്കാനായിട്ട് പോയി. അപ്പം മത്തൻ്റെ വള്ളി തന്നെ കാണാൻ നമ്മ പറയാം, അതാക്കിട് മത്തൻ്റെ പൂവ്. മത്തൻ്റെ പൂവ് ഉണ്ടാക്കൂലേ? ഇവിടെ 2 ഉണ്ടായാൽ മതി. അല്ല ചോദിച്ച ഈ ഉണ്ടച്ചരങ്ങ നിലത്തുണ്ടാവില്ല എന്ന് പറഞ്ഞിന് ഞാൻ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്ന് നിലത്തുണ്ടാവണുണ്ട് കേട്ടോ. ഇത് വലുതാവോ നമുക്ക് നോക്കാം, ചിലപ്പോൾ അത് കരിഞ്ഞോ വയ്ക്കാരം. പൈസിനെ ട്രൗസർ എവിടെ കുഞ്ഞാ? അതിൻ്റെ അമ്മ കൊതും കൊണ്ട് പട്ടാ പകൽ കൊതും കൊണ്ട് കടിച്ചിട്ട് ഇവിടെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ പൂത്തിട്ട് ചെയ്യാം. ഇപ്പം മത്തനെ ഏതായാലും കാഴ്ചണില്ല, ഇല്ലെങ്കിലും നുള്ളാന്ന് പറഞ്ഞിട്ടാ. ഈ ഇതല്ല കുമ്പളല്ലല്ലോ, ഇത് ചെരങ്ങൻ്റെ ഇല. ഈ ചെരങ്ങൻ്റെ ഇല വെക്കുമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇവിടെ ഒക്കെ ഉള്ളതിനൊക്കെ ഇല ഊരിയിട്ടാ. 2 ഇല മാത്രം അവിടെ വെച്ചിക്കണ്. ഇനി നമുക്ക് എടുക്കാൻ പോകാനുള്ളത് എന്താ വെച്ചാൽ കുമ്പളങ്ങ, ചെറിയ കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ താളിക്കാനോ കറി വെക്കാനോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതെടുക്കാം. അതന്നെ ഒടിഞ്ഞത്, അതൊന്നും കണ്ട ഒടിഞ്ഞത്. ഞാൻ പൊന്തിച്ച് നോക്കിയപ്പോൾ ഒടിഞ്ഞതാ. ഇത് കിട്ടുന്നില്ല, കത്തി വേണം. അതാണ് കേടുള്ള, അതാണ് കേടുള്ള കാട്ടി ചെറുത്. ഇത് കേടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കറിക്കുള്ളതൊക്കെ തൊടിയിൽ എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് അടുപ്പക്ക് ചകിരിപ്പൊളി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയ ആള് പറഞ്ഞു എന്തോ കേൾക്കുന്നുണ്ട് ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ഇതിനെ കൊടുന്നിക്കാണ് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പാമ്പുകുട്ടി ഇപ്പം എങ്ങനെ വിളിച്ചോ? പാമ്പും കുട്ടിയല്ലെങ്കിലും പാമ്പാണെങ്കിലും നമ്മളെ ഞാനില്ല. പാമ്പ് ചീച്ചത് വിഷം ശത്രുക്കളാണ്. ചക്കൻ കുട്ടികളാണ്. എവിടെ
ഇതിനെ പുറത്തേക്കൊന്ന് കാണണ്ട അപ്പോൾ ആരാണെന്നുള്ളത്. ഇതാ കണ്ടാ ചുണ്ടിന് നീളം നോക്ക. അപ്പോൾ അതിനങ്ങോട്ട് നേരിട്ട് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. അതുവരെ എന്താണ് ഈ ഇങ്ങനെ കരയണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സംഭവം കണ്ടപ്പോൾ പിന്നെ ഒരു സമാധാനമായി. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാക്കച്ചി നിറയെ അവിടെ ഇങ്ങനെ ആറുന്നുണ്ട്. അപ്പോൾ പോയി നോക്കിയപ്പോൾ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. രണ്ടിനെയും കാക്കച്ചികൾ കൊത്തിക്കൊണ്ടുപോയിട്ടാ. നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നു. ആ മരത്തിൻ്റെ ഒക്കെ കഷ്ണത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി പോകണണ്ട അങ്ങനെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാക്ക ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആ തിണ്ടുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് എന്തോ ഒന്ന് കൊത്തിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഒന്നും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ മത്തൻ്റെ ഇലയൊക്കെ ഇതാ ഇതേപോലെ അരിഞ്ഞൊക്കെ എടുക്കണം കേട്ടോ. നിലത്തു നിന്നുള്ളതുണ്ട് കുറച്ച് നല്ല ചളിയുള്ളതും ഉണ്ടായിരുന്നു, കുറച്ച് നല്ലതും ഉണ്ടായിരുന്നു കേട്ടോ. ചളി അധികം ഇല്ലാത്തത്. അങ്ങനെ രണ്ടായിട്ട് തന്നെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയൊക്കെ എടുത്ത് മത്തൻ്റെ ഇല അരിഞ്ഞു. ഞാൻ അതിലേക്ക് കുറച്ച് ചീനമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വേണം കേട്ടോ, ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിതാ പോയിട്ട് എടുത്തുകൊണ്ടിരുന്നിട്ട് നന്നായിട്ട് കല്ലിലിട്ടിട്ട് വെളുത്തുള്ളിയും മുളകും കൂടെ ഒന്ന് ചതക്കിയെടുക്കുക. പിന്നെ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ സാധാ നമ്മൾ താളിക്കണ പോലെ തന്നെ മത്തൻ്റെ ഇല അങ്ങോട്ട് ഉണ്ടാക്കട്ടോ. അങ്ങനെ മത്തൻ്റെ ഇല ഇഷ്ടമില്ലാത്ത ഞാൻ ഐസിന് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ടാ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പയറിൻ്റെ ഇലല്ലേ അത് തിന്നലുണ്ട് കേട്ടോ ഞാൻ. പയറിൻ്റെ ഇല നമ്മൾ തേങ്ങ ഒക്കെ ചതച്ച് മുളകും തേങ്ങ ഒക്കെ ചതച്ചിട്ട് ഇട്ട് വെക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയാണ്. പക്ഷേ ഒന്നും കൂടെ ഒരു ഒരയുള്ള പോലെ തോന്നിയിട്ട് ഇലക്ക്. അവൻ ആദ്യമായിട്ട് കുറച്ചൊന്ന് കഴിച്ച് നോക്കി, പിന്നെ കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മത്തൻ്റെ ഇല വെറുതെ ലെവലിക്കൊക്കെ നല്ല ഇഷ്ടമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇലക്കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും ചിലപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ കുമ്പളങ്ങ കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ആദ്യം വിചാരിച്ചത് താളിക്കാമെന്നാണ്. പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് തക്കാളി ഇട്ടിട്ട് മുളക് കറി വെക്കാം, അങ്ങനെ വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുമ്പളങ്ങ അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് വെള്ളവും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. തക്കാളിയും കൂടെ ചേർത്തിട്ട് നാലായിട്ട് മുറിച്ചിട്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട്. ഇത് വാതിലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ് കേട്ടോ ഈ വിരല്. അങ്ങനെ അത് അവിടെ വെന്ത് കിട്ടട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഓർക്കാപ്പുളി മുറിക്കാനായിട്ട് ഉമ്മ തന്നീന്നു കേട്ടോ. അങ്ങനെ ഞാനൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒരു കുപ്പി ഇടുന്നു. അപ്പം അതിക്ക് ഞാൻ ഇട്ടപ്പോൾ അത് അതിൽ കൊള്ളും എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ തന്നത്. അതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മ വേറെ കുപ്പി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയി. ഇത് നാരങ്ങ നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കണതാണ് കേട്ടോ അമ്മ. പിന്നെ നല്ലൊരു അച്ചാറും ഉണ്ടാക്കുക അതായിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കേട്ടോ. അങ്ങനെ അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് തീർന്നു പോകുന്നൊരു സംഭവമാണ്. ഈ ഓർക്കാപ്പുളി അച്ചാറാക്കാനൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് കല്ലുപ്പിട്ടിട്ട് ഒന്ന് വെക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ കുപ്പി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2 പാത്രത്തിലായിട്ട് നാരങ്ങ ചെയ്യുന്ന ഒക്കെ കൂടെ ഒരു കുപ്പിക്ക് നിറക്കണം കേട്ടോ. എന്നാൽ പിന്നെ 2 കുപ്പിയിലായിട്ട് ഇത് ഇടാം. അപ്പോൾ ഇതിങ്ങനെ തിക്കി നിരക്കി ഇടാൻ പറ്റൂല, ചീഞ്ഞു പോവരുത്. നമുക്ക് കറിക്കൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഉപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കഞ്ഞിൻ്റെ കൂടെ ഒക്കെ അങ്ങനെ കടിച്ചു കൂട്ടാൻ പറ്റിയ രീതിയിലായിട്ടുണ്ട്. അങ്ങനെ ഇതാ 2 കുപ്പിയിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ ഇട്ടോന്നു, പിന്നെ പറഞ്ഞ് ഉപ്പിട്ടിട്ട് നിന്നാൽ ഇതിങ്ങനെ നല്ല ജാമായി നിൽക്കുന്നത് ഒന്നും കൂടെ അങ്ങ് അമ്പി പോവുമല്ലോ ഉപ്പൊക്കെ വരുമ്പോൾ. അങ്ങനെ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് ഉപ്പ് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് 2 കുപ്പിയിലായിട്ട് നിറക്കണം കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് വെക്കണ പുളി ആവശ്യമുള്ള കറികൾക്കൊക്കെ നേരെ നമുക്ക് ഈ ഒരു ഓർക്കാപ്പുളി തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു 2-3-4 എണ്ണമൊക്കെ അങ്ങോട്ട് കൊടുത്താൽ തന്നെ കറിയൊക്കെ ഉഷാറായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പുളി ഒന്നും വേറെ ചേർത്ത് കൊടുക്കണ്ട.
അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ പല്ലിൻ്റെ 2 സൈഡിൽ നിന്ന് ഓടുന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഈ ഊർക്കാപ്പുളി ഇങ്ങോട്ട് കണ്ടിട്ട് ഞാനാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്തത്. ഇത് നമ്മൾ കുറച്ച് ഉണക്കിയിട്ടും സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ കറിയൊക്കെ ഇടാനൊക്കെ. അപ്പോൾ നമുക്കിത് നമ്മളെ വീട്ടിൽ ഏതായാലും ഇല്ല, നമുക്ക് ആരെങ്കിലും തരുമ്പോൾ നമ്മളത് നാശാക്കി കളയരുത്, ഒന്നുകിൽ അച്ചാർ ഇടുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഇപ്പോൾ ഏതായാലും നാളെ നമ്മൾ മാങ്ങാച്ചാർ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു റെസിപ്പി നമ്മൾ അന്ന് ഇട്ട മാങ്ങാച്ചാർ എങ്ങനെ ഇട്ടെന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നമ്മൾ കായം അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ പെട്ടെന്ന് തീരും ചെയ്യും. ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിക്കൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു അച്ചാറാണ് അത്. ഞാൻ ഏതായാലും ഇന്ന് രാത്രിയായിട്ട് മാങ്ങ ഒക്കെ കട്ട് ചെയ്യണം, നാളെയൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. രണ്ടും 2 കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് നേരെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിന് ശേഷം കറിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിക്ക് താളിച്ച് ഒഴിക്കണം, ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അതങ്ങ് താളിച്ച് ഒഴിച്ചാൽ കറി റെഡി ആയിട്ടാണ്. ഒരു മുളക് കറി തൽക്കാലത്തിന് കൂട്ടാനായിട്ട് ഒരു കുമ്പളങ്ങ മുളക് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അതും കഴിഞ്ഞു. ഇന്നത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ബൈ.